Hari Om and good morning. Welcome to the online class of Chinmaya Mission College. I am Vasudevan, that's my name, and I am interested to take you quantitative techniques for business decision. From the word itself, you know, business decision. It is one of the important function, duty of the present day manager. And you, all of you, them come students, are the tomorrow's managers. And you have to take many decisions daily. And how the decisions can be decided without any fault. That is the most important problem. And here, quantitative techniques is very useful to make decision, correct decision. Decision taking. Oh, before these things, I am not entering to the class from the very onset itself. Sorry. Quantitative our classes will be conducted mostly with the medium of English. You just cooperate with me. I try to translate most of the things, but classes should be taken with the medium of English. It is a must. And you are not junior students. You are senior students in the college. That means you are the post-graduation students. And what you are supposed to do is, what we can do is we can just give you sack feeding, not spoon feeding. Spoon feeding is meant for +2 students and also for degree students. But since you are post-graduation students, don't expect to have spoon feeding. What we can do is we can give you sack feeding. Can you follow? കുട്ടികളൊന്നല്ല നിങ്ങൾ സ്പൂണിൽ ഇങ്ങനെ തരേണ്ട ആ പ്രായമൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ സ്റ്റുഡൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ സാക്ക് ഫീഡിംഗ് ആണ് നമ്മളിവിടെ. ആ മെത്തേഡ് തന്നെ മാറ്റണം കേട്ടല്ലോ. ഡിഗ്രി ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ അല്ല. യു ഹാവ് ടു പ്രിപ്പയർ ദ നോട്ട്സ് യുവർ സെൽഫ്. യു ക്യാൻ റെഫർ ദ ബുക്സ്. In our library, we are having many books, and you just refer it and you make notes. Don't expect notes from me. And the problems that we can solve here, there will have homework, and you have to do it and send it me before 8 o'clock. രാത്രി 8 മണിക്ക് മുമ്പായിട്ട് നിങ്ങളിത് എനിക്ക് അയച്ചു തരണം. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകാനുള്ള സാധ്യത. Somebody told me to use the ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ പറ്റാണ്ടല്ല, എനിക്കത് ചില കുട്ടികൾക്കൊക്കെ നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട്. നെറ്റ് കൺസ്യൂം ചെയ്യും. ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ഐ ക്യാൻ സീ യു ആൻഡ് യു ക്യാൻ ഓൾസോ സീ മീ. മാത്രമല്ല അതായിരിക്കും മോർ കൺവീനിയൻസ്. അത് ദാറ്റ്സ് അപ് ടു യു. യു ഡിസൈഡ് വാട്ട് മെത്തേഡ് വി ഹാവ് ടു യൂസ്. ഐ എം റെഡി ഫോർ എനിത്തിങ്. കേട്ടല്ലോ. ഈ മെത്തേഡ് ആണെങ്കിൽ ഈ മെത്തേഡ്, ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ഗൂഗിൾ മീറ്റ്, എന്ത് മെത്തേഡാണെങ്കിലും ഞാൻ റെഡി. പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ജൂനിയർ സ്റ്റുഡൻസ് ഒന്നല്ല, നിങ്ങൾ സീനിയർ സ്റ്റുഡൻസ് ആണ് ഓഫ് ദിസ് കോളേജ്. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ജൂനിയർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ അത് അന്ന് പ്രീ ഡിഗ്രി ഒക്കെ കോളേജിലുള്ള കാലഘട്ടങ്ങളായിരുന്നു. അപ്പോൾ കോളേജിൽ ഈ പ്രീ ഡിഗ്രി കുട്ടികളൊക്കെ വരുമ്പോഴേ അവർക്ക് ഒരു പുതിയ ലോകത്തേക്ക് അവർ പ്രവേശിക്കുകയാണ്. എല്ലാം കാണുമ്പോൾ അവർക്കൊരു പ്രത്യേകതയാണ്. മാത്രമല്ല അവർക്ക് തോന്നി കോളേജിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇന്നില്ലാട്ടോ, ഇന്ന് +1 +2 ആയപ്പോൾ അത് സ്കൂളിൽ തന്നെയായി. പണ്ട് അങ്ങനെയല്ല, അത് കോളേജിൽ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോൾ അവരൊരു പുതിയ ലോകത്തിലെത്തി, അവരെന്തൊക്കെയോ ആണെന്നൊരു തോന്നൽ. അപ്പം ഭയങ്കരമായിട്ട് കളിക്കും അവർ കളിക്കേണ്ട പ്രായമാണ് പ്രീ ഡിഗ്രി. ഇപ്പോൾ കുട്ടികൾ പ്രീ മീൻസ് ഡിഗ്രിക്ക് മുൻപ് എന്നാണ് പ്രീ ഡിഗ്രിയുടെ അർത്ഥം. ബട്ട് യു ആർ പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഡിഗ്രിക്ക് ശേഷമുള്ളവരാണ് നിങ്ങൾ. പ്രീ ആൻഡ് പോസ്റ്റ്. പ്രീ ഡിഗ്രി കുട്ടികൾ ചെയ്യുന്ന മട്ടിൽ നിങ്ങൾ അത് പറ്റില്ല കേട്ടല്ലോ. അവർക്ക് ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്താണ് അവർ കോളേജിൽ വന്ന് കയറുന്നത്. അതുകൊണ്ട് എല്ലാതരം ഫ്ലാംബോയൻസി, എല്ലാതരം കളികളും ഡ്രസ്സിലായാലും പെരുമാറ്റത്തിലായാലും ഒക്കെ കാണും. മാത്രമല്ല ഒരു സിഗരറ്റൊക്കെ ചുണ്ടിലിരുന്നാൽ അവനൊരാണാണെന്നുള്ളൊരു തോന്നലൊക്കെ വരുന്നൊരു സമയമാണത്. പക്ഷേ ഡിഗ്രിക്കൊക്കെ കിടക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ പക്വത വന്നു കുട്ടികൾക്ക്. എന്നാലും സ്വയം നിൽക്കാവുന്ന ഒരു പൊസിഷൻ അവിടെയും ഇല്ല. നമ്മുടെ കോളേജിൽ കൂടുതലും കണ്ടിട്ടുള്ള കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്നത് പഠിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് മറ്റെന്തൊക്കെയോ ആണ്. പരീക്ഷ എടുക്കുന്ന സമയത്ത് പോലും സീരിയസ്നെസ് ഇല്ലാത്ത കുട്ടികളാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്. കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ, വളരെ താല്പര്യത്തോടു കൂടി പഠിക്കുന്ന കുറച്ച് കുട്ടികളായി ഐ കുഡ് സീ ദം ഓൾസോ. പക്ഷേ
കൂടുതൽ കുട്ടികളോട് നമ്മൾ പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ജോളി അടിച്ച് കൂട്ടുകാരൊത്ത് ഇങ്ങനെയൊക്കെ കളിക്കാൻ പറ്റാവുന്നതൊക്കെ കളിച്ചോളൂ, സാരമില്ല, കളിക്കേണ്ട പ്രായമാണ്. എന്നാലും സ്വല്പം സീരിയസ്നെസ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനോട് ഉണ്ടാകേണ്ട സമയമാണത്. അവിടെയും പറ്റിയില്ല. ഇനി എത്തിയിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനിലേക്കാണ്. PG സ്റ്റുഡൻ്റാണ്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, PG സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ 10-12 പിള്ളേരൊക്കെ ഉണ്ടാവുള്ള ഒരു ക്ലാസ്സിൽ. എന്നാലും അവരുടെ കയ്യിൽ കാണാൻ പറ്റുന്നത് ഒരു കെട്ട് കാജ ബീഡി, ഒരു തീപ്പെട്ടിക്കുകയാണ്, അല്ലെങ്കിൽ മൂക്കുപൊടി. ഇപ്പോഴൊന്നും കാണാൻ തന്നെ ഇല്ല. മൂക്കുപൊടി ഇതൊക്കെയാണ് അവരുടെ കയ്യിൽ ക്ലാസ് ഉണ്ടാകുന്നത്. കാരണം അവർ ഷ്രിങ്ക് ചെയ്യാണ്, അവർ ഒതുങ്ങിക്കഴിയാണ്. അവർ കേട്ടില്ല, അവർ അവരുടേതായിട്ടുള്ള ലോകത്തിലേക്ക് ഒതുങ്ങുക. ക്ലാസ് എടുക്കുന്ന ടീച്ചറും കുട്ടികളുടെ കയ്യിൽ നിന്ന് മൂക്കുപൊടി വാങ്ങിക്കും, അയാളും വലിക്കും, കുട്ടികളും വലിക്കും. 10-12 പിള്ളേരുള്ള ഒരു ക്ലോസ് അറ്റാച്ച്മെൻ്റാണ് ടീച്ചറായിട്ട്. സാറ് പറയും, റെഫർ ചെയ്യേണ്ട ബുക്കിൻ്റെ പേര് പറയും, മാത്രമല്ല ചാപ്റ്റേഴ്സിൻ്റെ പേര് പറയും. അത് കഴിഞ്ഞാൽ പറയും യു ഹാവ് ടു പ്രിപ്പയർ യുവർ സെൽഫ് എവറിത്തിങ്. അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. അല്ലാതെ യു ആർ നോട്ട് സപ്പോസ് ടു എക്സ്പെക്ട് ക്ലാസ്സസ്. കേട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനൊന്നും ക്ലാസ്സസ് ഇല്ല. യു ആർ യുവർ ടീച്ചർ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ടീച്ചർ. റെഫർ ചെയ്യുന്നു, എടുക്കുന്നു, എന്തൊക്കെയാ. ഇന്നാണെങ്കിൽ കണ്ടമാനം സൗകര്യങ്ങളുണ്ട്, നെറ്റിൻ്റെ സൗകര്യങ്ങളുണ്ട്. അതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലത്തെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾ കുട്ടികൾക്ക് നൽകിയിരുന്ന ആ ക്ലാസ് കൊണ്ട് തന്നെ അവർക്കത് വളരെയധികം ഉപകരിച്ചിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികളും ഈ പ്രീ ഡിഗ്രി പിള്ളേരുടെ പോലെ അല്ലെങ്കിൽ ഡിഗ്രി പിള്ളേരുടെ പോലെ എല്ലാം ഉരുട്ടി വായിലേക്ക് ഉരുട്ടി വെച്ച് കൊടുത്താൽ അതൊന്നുമല്ല നിങ്ങളുടെ പ്രായം. പിന്നെ നിങ്ങളിപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. ക്ലാസ് നല്ല മൂമെൻ്റായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഞാൻ ഇന്ന് തന്നെ ക്ലാസ് ഒന്നും എടുക്കാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്നെ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സം ഓഫ് യു ഗൈസ് മേ നോ മീ. എൻ്റെ സ്റ്റുഡൻസ് തന്നെ ഇതിലുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. കുറേ കുട്ടികൾക്കൊന്നും എന്നെ അറിയില്ല. ഞാനാണ് ഈ പേപ്പർ ഡീൽ ചെയ്യുന്ന ആൾ. ഇപ്പം അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഇത് മാറുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം തുടക്കത്തിലായ കാരണം എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നൊന്നും നമുക്കറിയില്ല. മാത്രമല്ല നമ്മൾ ഒരു കൊറോണയുടെ കാലഘട്ടത്തിലാണ്. ഹിസ്റ്ററിയെ രണ്ടായി തിരിക്കും. പോസ്റ്റ് കൊറോണ പീരീഡ് ആൻഡ് പ്രീ കൊറോണ പീരീഡ്. പ്രീ കൊറോണ പീരീഡ് എന്ന് പറയുമ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ആ കാലമൊന്നുമല്ല ഇപ്പോൾ. ദിസ് വൺ ഈസ് പോസ്റ്റ് കൊറോണ പീരീഡ്. എന്തെല്ലാം മാറ്റങ്ങൾ വന്നു. സ്വാഭാവികമായിട്ടും മാറ്റങ്ങളൊന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. എന്ത് മാറ്റങ്ങളുണ്ടായാലും എന്നോടിപ്പോൾ പറഞ്ഞു BCom ഇന്നൊരു ക്ലാസ് ഉപേക്ഷിച്ചുകൊണ്ട് MCom ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ദാറ്റ് വാസ് എ ചേഞ്ച്. എനിക്ക് അത് ഇഷ്ടമായില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്താണെന്നറിയാം, ഒരു ചേഞ്ചിന് എന്നും ആർക്കും താല്പര്യമില്ലാത്തവരാണ്. നമ്മൾ ഒരിക്കലും ചേഞ്ചിന് ഇഷ്ടപ്പെടാത്തവരാണ്. എന്നാൽ ചേഞ്ച് എന്തുമാത്രം ഗുണം ചെയ്യുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. കാരണം അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്കറിയാലോ, ഒരിക്കൽ കമ്പ്യൂട്ടർ വന്ന കാലത്ത് നമ്മൾ എന്തുമാത്രം അതിനെ എതിർത്തതാണ്. കാരണം അത് ആ കാലത്തിൽ അത്രയധികം ആളുകളുടെ തൊഴിൽ പോകുന്നതാണ്. എത്ര ആളുകളുടെ തൊഴിൽ പോകുമായിരുന്നു. അങ്ങനെയായിരുന്നോ പിന്നീട് സംഭവിച്ചത്? അല്ല. കമ്പ്യൂട്ടർ വന്നതോടുകൂടി എത്ര ആളുകൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടതിൻ്റെ 100 മടങ്ങ് ആളുകൾക്ക് ജോലി കിട്ടാവുന്നൊരു ഒരു പ്രത്യേക അവസ്ഥയാണ് പിന്നീട് രൂപീകരിക്കപ്പെട്ടത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. മാറ്റങ്ങൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ മതിയാവൂ. ആക്സെപ്റ്റ് ചെയ്താൽ അത് നല്ലതിനെ സംഭവിക്കും. അതുപോലെ ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഓൺലൈൻ ക്ലാസ്. നാളെ ഇപ്പോൾ എല്ലാം ഓൺലൈൻ ക്ലാസ് ആവാൻ പോവാണ്. ഫോറിൻ കൺട്രീസിലൊക്കെ ഓൺലൈൻ ക്ലാസ് കുറേ മുമ്പേ തുടങ്ങി. നമുക്ക് കൊറോണ വന്നപ്പോഴേ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് അറിഞ്ഞുള്ളൂ. അതുപോലെ ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊന്നും റെഗുലർ ക്ലാസ്സുകളേക്കാൾ കൂടുതൽ ഡിസ്റ്റൻസാണ്. ക്ലാസ്സുകളൊക്കെ നടക്കുന്ന ഡിസ്റ്റൻസാണ്, ഓൺലൈനിലാണ്. കുറേ മുമ്പ് തന്നെ, ഇപ്പോഴല്ല. കാരണം ഒട്ടുമിക്ക ആളുകളും ജോലി ചെയ്യുന്നവരായിരിക്കും. ജോലി ചെയ്തുകൊണ്ടിരിക്കില്ലേ, പഠിക്കുക, അങ്ങനെയാണ് ഈ ഡിസ്റ്റൻസ് ക്ലാസ്സിൻ്റെ ഉദ്ദേശം വന്നത്. നമുക്ക് ഇപ്പോൾ ഇതാ ഓൺലൈൻ ക്ലാസ് വന്നു. ഇനി ഇതൊരു കസ്റ്റമായിട്ട് മാറാൻ പോവാണ്. ദിസ് സിസ്റ്റം ബിക്കംസ് കസ്റ്റം ഫോർ ടുമാറോ. അതൊരു കഷ്ടമായി തീരും. നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണുമെങ്കിലും അതൊരു അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല ആളുകളൊക്കെ വർക്ക് അറ്റ് ഹോമാണ്. നാളെ എല്ലാവരും വർക്ക് അറ്റ് ഹോമാണ്. കാരണം എല്ലാ ബിസിനസ് ഫേംസിനും മനസ്സിലായ ഒരു കാര്യമാണ്, വെറുതെ എന്തിനു വലിയ ബിൽഡിംഗ് പണിത് ആളുകളൊക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി അവർക്ക് കൺവെയൻസ് വെഹിക്കിൾ സൗകര്യം കൊടുത്ത് ഇവിടെ കൊടുത്ത് അവർക്ക് ചായ കൊടുത്ത് അവർക്ക് ഊണ് കൊടുത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വർക്ക് അറ്റ് ഹോം, ദാറ്റ് ഇസ് ബെറ്റർ. ഔട്ട്സോഴ്സിങ് എന്ന പേരിൽ കുറേ മുമ്പേ ഇത് ഉണ്ടായിരുന്നതാണ്. ഒരു മിനിറ്റ് എന്ത് വിളിച്ചു വന്നിട്ടാ?
ഹലോ ഹലോ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നാളെ ഇപ്പോൾ ഇത് ഇങ്ങനത്തെ തന്നെ ക്ലാസ് ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നതൊക്കെ. എന്തായാലും നമുക്ക് ഞാൻ ക്ലാസ് ഇപ്പം തന്നെ എടുത്ത് തുടങ്ങണമെന്നില്ല. ഞാൻ ആദ്യം ഇതിൻ്റെ സിലബസ് പറ്റി ഇന്നൊന്ന് ഞാൻ അയച്ചു തരാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിട്ട്. സിലബസൊക്കെ ഒന്ന് വായിക്കാം. പിന്നെ തുടക്കം തന്നെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങുന്നില്ല. കാരണം ഫസ്റ്റ് ചാപ്റ്റർ പ്യുവർ തിയറിയാണ്. അത് നിങ്ങൾക്ക് തന്നെ, അത് എനിക്ക് ക്ലാസ്സിൽ ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇരുന്നിട്ട് എടുക്കേണ്ട ക്ലാസ്സുകളാണ് തിയറി ക്ലാസ്. നമുക്ക് പ്രോബ്ലത്തിൽ തൊട്ട് തുടങ്ങാം. ഫസ്റ്റ് ചാപ്റ്റർ വാട്ട് ഈസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ്. ലേറ്റർ ഐ വിൽ എക്സ്പ്ലെയിൻ ദീസ് തിങ്സ് ടു യു. കാരണം ഇപ്പം തന്നെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. കാരണം അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഞാൻ ആ ക്ലാസ് പിന്നീട് നിങ്ങൾക്ക് എടുത്തു തരും. നമ്മൾ ഫസ്റ്റ് തുടങ്ങാൻ പോകുന്നത് ഒരു പ്രോബ്ലം പേപ്പർ, മേ ബി പ്രോബബിലിറ്റി ഓർ കോറിലേഷൻ എന്താ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. യു ഷുഡ് ഹാവ് വൺ നോട്ട്ബുക്ക് ഫോർ യു. അത് നിർബന്ധമായിട്ടും വേണം നോട്ട്ബുക്ക്. ഞാൻ എന്നാവശ്യപ്പെട്ടാലും എനിക്കത് കാണിച്ചു തരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, യു ഷുഡ് ഹാവ് എ കാൽക്കുലേറ്റർ. ബെറ്റർ യു ഹാവ് എ സയന്റിഫിക് കാൽക്കുലേറ്റർ. എല്ലാവരുടെ കയ്യിലും സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടായാൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഒതുങ്ങി. സയന്റിഫിക് കാൽക്കുലേറ്ററിൽ കുറേ കാര്യങ്ങളുണ്ട്. ഇനി തീരില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ 1, 2, 3 കാൽക്കുലേറ്റർ നമുക്ക് ഇവിടെ വേണമെങ്കിൽ കാണും. ഇവിടെ കോളേജിൽ എൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് തരാം. സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നേരിട്ടിട്ട് അതിലുണ്ട്. മാത്രമല്ല ദാറ്റ് ഈസ് അലൗഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. ഇങ്ങനെയൊരു സൗകര്യമുള്ളപ്പോൾ നമ്മൾ എന്തിനത് ഉപേക്ഷിച്ച് കളയണത്? കേട്ടല്ലോ. അപ്പം അതും നിങ്ങളൊന്ന് ഉപയോഗിക്കാനായി അത് ഉണ്ടായിരിക്കണം. പിന്നെ കാൽക്കുലേറ്റർ, ബുക്ക്, ഇത് രണ്ടുമാണ് എനിക്ക്. പിന്നെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ വാങ്ങണം. 9 rupees. ഒരു വയലറ്റ് കളറിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ട്. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഒന്ന് വാങ്ങിച്ചു വെക്കാൻ, സ്വന്തമായിട്ട് ഉണ്ടാകാനായിട്ട് ഒന്ന് ശ്രമിക്കുക. ഓക്കെ. പിന്നെന്താ പിന്നെ പറയാനുള്ളത്? അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിള്, കാൽക്കുലേറ്റർ, ബുക്ക്, ഇത് നമുക്ക് വേണം. പ്രോബ്ലമൊക്കെ നിങ്ങൾ ഹോംവർക്ക് തന്നാൽ അത് അന്ന് തന്നെ അയച്ചു തരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എനിക്കത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് തിരിച്ചു തരാനായിട്ട് പറ്റും. കേട്ടല്ലോ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഓൾ ദി ബെസ്റ്റ്.